ഹലോ, അസ്സാം വലൈക്കും. പിന്നെ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പം വിചാരിച്ച് ഇന്നൊരു വീഡിയോ എന്തായാലും എടുക്കാം. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം കമൻറ്റും ചെയ്യാമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ വേറെന്താ പറയാൻ, ഇപ്പോൾ കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വലിയ ഇടങ്ങാറാണ്. കാരണം കുഞ്ഞുമക്കൾ എന്തായാലും വീട്ടിലെപ്പോഴും ബഹളവും പിന്നെ കളിയും കാര്യങ്ങളെല്ലാമാകുമ്പോൾ കുട്ടികളെ നോക്കാനുള്ള നേരം ഉണ്ടാവും. കുട്ടികളെ ഒച്ചപ്പാടിൽ എന്തായാലും വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടൂലല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ലേറ്റായി പോകുന്നത്. എന്നാലും ഇടയ്ക്കെല്ലാം ഞാൻ ഓരോ ഷോർട്സിൽ ഇടും. പിന്നെ എൻ്റെ മക്കൾ പറയും, അമ്മക്ക് എന്ത് വലിയ തിരക്കായാലും എന്ത് തന്നെ പ്രശ്നമായാലും വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ പറയും, അതെൻ്റെ ഒരു ഇഷ്ടമല്ലേ, എനിക്കങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെയായി. ഇന്നത്തെ ദിവസം നമുക്കൊരു യാത്ര പോകേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഇളയ അനിയത്തിയ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, കൊയിലാണ്ടി. അവിടത്തേക്ക് ഇന്ന് പോകാനുള്ളൊരു പ്ലാൻ ചെയ്ത് വെച്ചതാണ് നമ്മൾ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനും കുട്ടികളും പിന്നെ എൻ്റെ ഹസ്ബൻഡും മോളെ ഭർത്താവല്ല, എൻ്റെ ആങ്ങളൻ്റെ കൂടെ പോകുന്നത്. പിന്നെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയെല്ലാം കുടിച്ച് വേഗം പിന്നെ നാസ്തൻ്റെ പണി എടുക്കേണ്ടിയിട്ട് പുട്ട് ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടിന് പിന്നെ കടലക്കറിയും മറ്റേ ചെറുപയർ കറി അതൊന്നും പൊതിർത്തതുകൊണ്ട് മീൻ കറിയും കുട്ടിക്ക് ഇഷ്ടം, പിന്നെ പഴവും കൂട്ടിയിട്ട് പഞ്ചസാരയെല്ലാം കൂട്ടിയിട്ട് പുട്ട് തിന്നാൻ. കുട്ടിക്ക് നല്ല, എനിക്കും ഭയങ്കര ഇഷ്ടം പഴവും പഞ്ചസാരയും കൂട്ടി തിന്നാൻ. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ തിന്നലില്ല. പണ്ട് ഞാൻ ചെറുതിലെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിന്നെ വന്നേരം അവിടെ നിന്നെല്ലാം ഞാൻ എല്ലാവരും കറിയും കൂട്ടി തിന്നുമ്പോൾ ഞാനിങ്ങനെ പഴവും പഞ്ചസാരയെല്ലാം കൂട്ടിയിട്ടാണ് തിന്നാൻ. എനിക്കതാ ഭയങ്കര ഇഷ്ടം, പുട്ട് അങ്ങനെ തിന്നാനാണ് ഇഷ്ടം. ഇപ്പോൾ പിന്നെ എനിക്ക് പേടിയാണ് അങ്ങനെയെല്ലാം തിന്നാൻ. നമ്മൾ പ്രായം കൂടി വരുന്തോറും കുറച്ച് കൺട്രോൾ വേണ്ട പഞ്ചസാരക്കെല്ലാം. പഞ്ചസാര കുറച്ചൊരു തീർത്തും ഒഴിവാക്കിക്കൊന്നുമില്ല. ചായയിലെല്ലാം ഞാൻ പഞ്ചസാര പിന്നെ എന്താ പറയാൻ അങ്ങനെ കൂടുതലിടുന്നില്ല, കുറച്ചെല്ലാം ഇടും. തീരെ ചായ എനിക്ക് പഠിച്ചോൻ കാക്കട്ടെ, തീരെ ചായ എനിക്ക് പഞ്ചസാര ഇടാത്ത കുടിക്കാൻ എന്തോ ഒരു വിഷമം പോലെയാണ്. പിന്നെ ഈ പൊട്ടിലെല്ലാം കുഴച്ചിട്ട് തിന്നൽ കുറച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ എല്ലാവരെ പോലെ കറിയെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. വലിയ ഇഷ്ടമൊന്നുമല്ല, അങ്ങ് കഴിക്കുന്നതാണ് പഞ്ചസാര ഒഴിവാക്കേണ്ടിയിട്ട്, അങ്ങനെയാണ്. പിന്നെ എന്നെ എല്ലാവരും പണ്ടേ കളിയാക്കും, എന്തെങ്കിലും പഞ്ചസാരയും പഴയെല്ലാം കൂട്ടി തിന്നുന്ന കുട്ടികളെ പോലെ. എനിക്കതാ ഇഷ്ടം. ഇപ്പോൾ ഞാൻ കറി കൂട്ടി തിന്നാൽ ചിലപ്പോൾ ഉണ്ട് എനിക്കൊരു ബോധി വരട്ട്, ഒരു ചെറിയ പീസെങ്കിലും ഞാനത് പഞ്ചസാരയും കൂട്ടിയിട്ട് എടുത്തിട്ട് കഴിക്കും. പഴം നിർബന്ധമൊന്നുമില്ല, എനിക്ക് പഞ്ചസാരയും കൂട്ടി കഴിക്കാനിഷ്ടം ചായൻ്റെ കൂടെ. പിന്നെ എന്തോ ചെറുതിലുള്ള ഒരു ശീലം, ആ ഒരു നൊസ്റ്റാൾജിയ എൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ വേറെന്താ പറയുക, പിന്നെ കുട്ടികൾ നാസ്തെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നേ ഉള്ളൂ. അവരിന്നലെ ടൂറ് പോയിട്ട് വന്നേരം കുറച്ച് മാങ്ങ ഇതെല്ലാം കൊണ്ടുവന്നിനേനു. അപ്പോൾ അതെല്ലാം ജ്യൂസ് അടിച്ച്, നാരങ്ങയെല്ലാം ജ്യൂസ് അടിച്ച് കുടിച്ച്. പച്ചമാങ്ങ പഴുത്ത മാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയും ജ്യൂസ് അടിച്ച് കുടിച്ച്. ചോറ് വെക്കണ്ടല്ലോ, നമ്മൾ ചോറിനേക്കല്ല പോകുന്നത്, ചോറിൻ്റെ ടൈമെല്ലാം കഴിയും. പക്ഷേ പിന്നെ ഇപ്പം മാമ്പഴക്കാലമല്ലേ, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ മാങ്ങ അങ്ങനെ ഇല്ല. 2 മാവുണ്ട്, പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം മാങ്ങ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാം പഴമായി വന്നില്ലേ. അപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ മാങ്ങ കൊണ്ടുത്തരും, നല്ല നാടൻ മാങ്ങ നമ്മളെ വീട്ടിലുണ്ടായെന്നല്ലേ. അപ്പോൾ പേടിക്കണ്ടല്ലോ, മരുന്നടിച്ചിട്ട് വരുന്ന മാങ്ങയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു ഉച്ചയായാൽ 10-11 ഒരു 12 മണിയെല്ലാം ആയാലും ഒരു വിശപ്പിൻ്റെ ടൈം വന്നാൽ നല്ല ദാഹമില്ല വരാനും, വിശപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല നാടൻ മാങ്ങ
മുറിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കഴിക്കും. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ജ്യൂസിനോട് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഫ്രഷ് ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് അതിൻ്റെ ഒരു വിചാരമേ ഉള്ളൂ, ജ്യൂസ് കുടിക്കണം. ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ അടിച്ചിട്ടിങ്ങനെ ഇടയ്ക്ക് കുടിക്കും. പക്ഷേ അതിലെല്ലാം മധുരം വരുന്നതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. പക്ഷെ മധുരമില്ലാത്ത ജ്യൂസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. പിന്നെ കുട്ടികൾ അവരെല്ലാം പുറത്ത് വരും, കുറച്ച് പച്ചമാങ്ങയെല്ലാം കൊണ്ടെത്തുന്നതിന് അതെല്ലാം അച്ചാറിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ വൈകുന്നേരമായി, ഞാൻ പറഞ്ഞില്ലേ ചോറ് സ്കിപ്പ് ചെയ്ത്, പിന്നെ കുറച്ച് കല്ലുമ്മക്കായ് പുഴുങ്ങിയത് പിന്നെ കൊടുത്തയച്ചു ഞാൻ എൻ്റെ ഏട്ടത്തി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചോറില്ലാത്തതുകൊണ്ട് ഒരു 4 മണിക്ക് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നമ്മളൊരു വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിച്ചാലോ എൻ്റെ വീട്ടിൽ ചായയും കടിയും വേണ്ടത്. പിന്നെ എനിക്ക് പക്ഷേങ്കിൽ 4 മണിക്ക് ഒരു ചായ കുടിക്കും ഹസ്ബൻഡ് എന്തായാലും. ഒരു 4 മണിക്ക് ഒരു കട്ടൻ ചായ, അതിൻ്റെ കൂടെ പിന്നെ ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല, ബിസ്ക്കറ്റേ കഴിക്കുള്ളൂ. പക്ഷേങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച് വന്നാൽ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കൽ നിർബന്ധമാണ്. അത് എൻ്റെ ഹസ്ബൻഡിന് വേണം. കുട്ടിക്ക് പിന്നെ സ്നാക്സിനോട് എണ്ണയിൽ പൊരിച്ച സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല, ഒന്നും വലിയ ഇഷ്ടമില്ല. അത് പിന്നെ 2 പെൺകുട്ടികൾക്കും ഇഷ്ടമില്ല, മോനിക്കും വലിയ ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം പക്ഷേങ്കിൽ ഈ കല്ലുമ്മക്കായ് പൊരിച്ചതും കട്ടൻ ചായയും ഒരു 4 മണിക്ക് നമ്മൾ കഴിച്ചിട്ട് വേഗം തന്നെ പുറപ്പെട്ട്. ചോറ് തിന്നാത്തതുകൊണ്ട് അതും കഴിച്ചത്. ചോറ് തിന്നുകയാണെങ്കിൽ പിന്നെ കല്ലുമ്മക്കായ് പൊരിച്ചൊന്നും തിന്നൂലേന്. ചോറ് സ്കിപ്പ് ചെയ്തുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് വിശക്കൂലേ. ഒന്നാമത് അവിടെ എത്താൻ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. കാരണം ഭയങ്കര ബ്ലോക്കും റോഡിൻ്റെ പണിയും പിന്നെ എന്താ പറയാൻ ട്രാഫിക് ജാമെല്ലാം ആയിട്ട് കുറച്ച് ലേറ്റാവും. ഇപ്പോൾ എത്ര ചെറിയ ദൂരമാണെങ്കിലും ആ റൂട്ടിനേക്ക് പോകുമ്പോൾ ഭയങ്കര താമസം പിടിക്കുന്നു അവിടെ എത്താൻ. അതുകൊണ്ടാണ് പിന്നെ വേഗം കല്ലുമ്മക്കായ് പൊരിച്ചും കട്ടൻ ചായയെല്ലാം കുടിച്ചിട്ട് ചെറിയൊരു വിശപ്പടക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 4 മണിക്ക് പുറപ്പെട്ടാൽ ഒരു വൈകുന്നേരം 6, 6:30, 7 മണിയെല്ലാവും അവിടെ എത്താൻ, ഈ റോഡിൻ്റെ പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ പുറപ്പെട്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ നല്ല പോയി പിന്നെ എവിടെയെങ്കിലും അടുത്ത് ജ്യൂസ് കടയോ ഏതെങ്കിലും പിന്നെ തട്ടുകടയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ കുട്ടികളും നമ്മളെല്ലാം എന്തെങ്കിലും ജ്യൂസോ ചായ സ്നാക്സ് അങ്ങനെയെല്ലാം കഴിക്കലുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും കഴിക്കാൻ തോന്നിയില്ല, സമയം ലേറ്റായി പോയില്ല. അതുകൊണ്ട് വേഗം തന്നെ അവളെ വീട്ടിലേക്ക് എത്തിക്കിട്ടണം എന്നുള്ള ഒരു വിചാരത്തിൽ എവിടെയും സ്റ്റോപ്പ് ചെയ്യാണ്ട് അവിടത്തേക്ക് തന്നെ വിട്ട്. അങ്ങനെ പിന്നെ അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ എവിടെ ഇറങ്ങണ്ട, ലേറ്റ് ആക്കണ്ട, പിന്നെ ചായയൊന്നും കുടിക്കണ്ട, ഞാനിവിടെ എല്ലാം റെഡിയാക്കീന് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് വേഗം അവിടെ എത്തട്ടേന്ന്. കാരണം മഗ്‌രിബ് ആവാനായി. അങ്ങനെ കൊയിലാണ്ടി യാത്ര എപ്പോഴും നമുക്കൊരു വലിയ ടൂർ പോകുന്ന പോലെയാണ്. പിന്നെ അവിടെ പോകാൻ ഭയങ്കര ഒരു ദിവസം ഫുൾ നമ്മളെല്ലാവരും കൂടി, നമ്മളില്ലേ പുറത്തുള്ളൊരു ടൂർ പോകുന്ന ഒരു 1 ഡേ ടൂറ്, അതേപോലെ തന്നെ അവളെ വീട്ടിലേക്ക് പോകാൻ പിന്നെ നല്ല വൈബാക്കിയിട്ടുള്ള യാത്ര ചെയ്ത് അവിടെ എത്തിയാലും നല്ല രസമാണ്. പിന്നെ ഇവിടെ വന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും പിന്നെ ഏറ്റവും വലിയൊരു ഉദ്ദേശവും എൻ്റെ ഉമ്മ അവിടെയുള്ളത് കുറേ ദിവസമായിട്ട്, കുറേ നാൾ കൂടിയിട്ട് അവളടുത്ത് താമസിക്കാൻ പോയതാണ്. അവളടുത്ത് അങ്ങനെ പോക്കില്ല, കുറച്ച് ദൂരെ ആയതുകൊണ്ട്. മറ്റുള്ള മക്കളെല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഉമ്മാനെ ദിവസം വന്ന് കാണാൻ പറ്റും. ഇവിടെയാകുമ്പോൾ ഉമ്മാക്ക് പിന്നെ ഇവളെ കാണാൻ പറ്റും, വേറെ ആരെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മാക്ക് ഇഷ്ടമില്ല ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഇവളെ വീട്ടുകാർക്കും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഇവിടെ വന്ന് താമസിക്കുന്നത്. എപ്പോഴെങ്കിലും 2-3 കൊല്ലം കൂടിയാലല്ല വരാൻ. പിന്നെ വന്നു പോകും, പക്ഷെ താമസിക്കില്ല. അതുകൊണ്ട് അവളെ പരാതി എപ്പോൾ ഉണ്ടാവും, എൻ്റെ അടുത്ത് മാത്രം ഉമ്മ നിൽക്കുന്നില്ല. പിന്നെ അവൾ കൂടെ നമ്മളെ അടുത്തെല്ലാം വരുന്നതുകൊണ്ട് പിന്നെ അത് വലിയൊരു ഫീല് ചെയ്യലില്ല. എന്നാലും അവൾ പറയൂ, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ വന്ന് താമസിക്കുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാത്ത എപ്പോൾ എനിക്ക് വിഷമം. അങ്ങനെ ഇങ്ങനെ ഒരു പരാതിപ്പെട്ടിയാവുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം ഉമ്മ ഇവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ ഉമ്മാനെ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. ഉമ്മാനെ കാണേണ്ടിയിട്ട് തന്നെ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, നമ്മളെയും കാത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട്. ഉമ്മാൻ്റെ മുഖത്തുള്ള ആ ചിരി കണ്ടാലറിയാം ഉമ്മാൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന്. ഉമ്മാൻ്റെ സന്തോഷങ്ങൾ ഇതെല്ലാം തന്നെ. ഉമ്മാൻ്റെ മക്കളിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഉമ്മക്ക് കുട്ടികളാരും ദൂരപ്പെട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, മക്കളെയായാലും മക്കളെയായാലും എല്ലാവരും. അങ്ങനെ ഇതാ ഇവിടെ എത്തിയപ്പോഴേക്ക് അവൾ ചായൻ്റെ കടിയെല്ലാം റെഡിയാക്കി വെച്ചിന്. രാത്രിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു വൈബാണ്, നല്ല രസമാണ്. പിന്നെ ഇവിടെ പിയാപ്പിളിൻ്റെ ഉമ്മ മാത്രമേ ഉള്ളത്. ഇവിടെ പെന്മാരെല്ലാം വേറെ വീടെടുത്ത് താമസിക്കുന്നത്. ഇവളവിടെ ഇപ്പോൾ ഉമ്മ ഉള്ളത്. ഉമ്മ കുറച്ച് സുഖമില്ല ഇപ്പോൾ. അപ്പോൾ ഉമ്മാക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളെ കണ്ടാൽ. ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വരുന്നതും താമസിക്കുന്നതെല്ലാം. പിന്നെ ആ ഉമ്മാക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഉമ്മ അവിടെ താമസിക്കുന്നത്. കാരണം അവിടുത്തെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുമ്മ താമസിക്കാനുള്ള. അങ്ങനെ എന്താ പറയുക, അങ്ങനെ സമയം ഒരുപാടായി, ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമുക്ക് നാട്ടിലേക്ക് വിടേണ്ട, കാരണം കുറേ സമയമായല്ലോ. അങ്ങനെ നാട്ടിലേക്ക് വിട്ട് നമ്മൾ. പിന്നെ രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പണിയൊന്നും ഇല്ലല്ലോ, ഇനി കിടന്നുറങ്ങേണ്ട പരിപാടിയേ ഉള്ളൂ. സമയം ഒരുപാടായി, പിന്നെ 12 മണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം ഉമ്മാനെയും അനിയത്തിനെല്ലാം കണ്ട് അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തവരും ഭയങ്കര സന്തോഷം മനസ്സിന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുത്തുന്നുണ്ട്. പിന്നെ അവളിങ്ങോട്ട് കൂടുതൽ വരാൻ, നമ്മളങ്ങോട്ടും പോവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ വേറെന്താ പറയാൻ, ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.